Hello developers, welcome back to my channel Code is with Ano. നിങ്ങളിപ്പം ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലെഗസി സിസ്റ്റത്തിന് ഒരു ക്ലൗഡിലേക്കുള്ള മൈഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ ഏറ്റവും ഒരു ബെനിഫിറ്റ് ആയിട്ട് കാണുന്നത് കോസ്റ്റ് തന്നെയായിരിക്കും അല്ലെ. നമ്മൾ പ്രീവിയസ് AWSന്റെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഫിസിക്കൽ സെർവറിന്റെ മേലെ മണി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സർവീസസ് മാത്രം ഓൾ ടുഗദർ ഒരു മന്ത്ലി ഒരു എമൗണ്ട് ബില്ല് പേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആ ഒരു അസംഷനിലായിരിക്കും കൂടുതൽ പേരും ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ വൺസ് ഈ മൈഗ്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫസ്റ്റ് ടൈം ബില്ല് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഞാൻ മുന്നേ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ ലെഗസി സിസ്റ്റത്തിനേക്കാളും കൂടുതൽ എമൗണ്ട് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ചിലപ്പോ ഒരു ആദ്യം നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നില്ല. ചിലപ്പോ ഒരു 6 months 7 months കഴിയുമ്പോഴായിരിക്കും നിങ്ങളൊരു ബില്ല് അനാലിസിസ് ഒക്കെ നടക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ എന്താ നമ്മള് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാഷ് അവിടെ കോംപ്രമൈസ് ആയി. അത് വലിയൊരു നഷ്ടം തന്നെയാണല്ലേ. ഇതിപ്പോ ഒരാൾ മാത്രം ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഒന്നുമല്ല, ഒരുപാട് പേര് ഈ ഇഷ്യൂ പറയാറുണ്ട്. അതിന്റെ മേജർ റീസൺ ആയിട്ടൊക്കെ ഒരുപാട് പേര് പറയുന്നത് ഞങ്ങൾ യൂസ് ചെയ്യാത്ത റിസോഴ്സസിന്റെ മേലെയായിരുന്നു. ഈവൻ നമ്മുടെ പ്രൊജക്ടിന് ആവശ്യം പോലും ഇല്ലാത്ത കുറച്ച് റിസോഴ്സസ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലേക്ക് അത് യൂസ് ചെയ്യാതിരുന്നു, ഇഗ്നോർ ചെയ്തു. അതിന്റെ മേലെയാണ് കൂടുതലും ഇതുപോലെ മണി വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, കൂടുതൽ പൈസയും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ഒരു ടോപ്പിക്കും ഇതാണ്. അതായത് നമ്മുടെ ഒരു ക്ലൗഡ് ബില്ല് എങ്ങനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈവൻ നിങ്ങൾ ഒരു ക്ലൗഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അല്ല നിങ്ങൾക്കൊരു ചെറിയ പ്രൊജക്ട് ഉണ്ട്, നിങ്ങൾ മൈഗ്രേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇത് യൂസ്ഫുൾ ആവും. അപ്പൊ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടാതെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു AWSന്റെ ഒരു സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ സെഷൻ. തീയതി ഞാൻ 2 ടോപ്പിക് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ അക്കൗണ്ടിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, സെറ്റിംഗ്സിൽ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ ഞാൻ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്തിട്ട് ഡെഫിനറ്റ് ആയിട്ടും ഞാൻ ഈ ഒരാഴ്ചയിൽ തന്നെ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ EC2 ഇൻസ്റ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ഒരു കോഴ്സിങ് സ്റ്റാർട്ട് ചെയ്യാനാട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് അതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ടിപ്പിലേക്ക് വരാം. ഇപ്പൊ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ കുറച്ച് പ്രൈസ് കൂടുതലുള്ള ഇപ്പൊ ഒരു ആപ്പിളിന്റെ ഒക്കെ ഫോണാണ് വാങ്ങുന്നതെങ്കിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് നടത്തിയതിന് ശേഷമായിരിക്കും വാങ്ങുക. ഏത് ഫോണാണ് വാങ്ങേണ്ടത്, നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്. ഇപ്പൊ ചിലര് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അപ്പൊ അവർക്ക് ക്യാമറ ക്വാളിറ്റി ആയിരിക്കും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. ചിലർ പെർഫോമൻസിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും അല്ലാതെ ജസ്റ്റ് ഒരു ഫോൺ അങ്ങനെ വേണ്ടി ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ അങ്ങനെയാണല്ലോ, അവരിങ്ങനെ ഒരുപാട് ഈ ഫീച്ചേഴ്സിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരുപാട് മണി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പൊ അങ്ങനെ ഒരു ഫോൺ വാങ്ങുന്നതിന് നമ്മൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ചെയ്യാറുണ്ടല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നടത്തുക. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ അനാലിസിസ് നടത്തുന്നുണ്ടാവും. ആ അനാലിസിസിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൈസിങ് കാൽക്കുലേറ്റേഴ്സ്. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്താലും AWS ആണെങ്കിലും അഷ്യൂർ ആണെങ്കിലും അല്ല ഗൂഗിൾ ക്ലൗഡ് ആണെങ്കിലും അവര് ഫ്രീ ആയിട്ട് ഇതുപോലെ പ്രൈസിങ് കാൽക്കുലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് AWSന്റെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പൊ നിങ്ങൾ AWS.calculators എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ജസ്റ്റ് AWS കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ലിങ്ക് ആയിട്ട് വരുന്നത് ഈ ഒരു AWS കാൽക്കുലേറ്റർ ആയിരിക്കും. അപ്പൊ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം നമ്മുടെ ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സർവീസസ് ഏതൊക്കെയാണെന്ന്. നമ്മളൊരു സ്റ്റഡി ഒക്കെ നടത്തി കുറച്ച് സപ്പോർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ ആ സ്റ്റഡീസ് എല്ലാം ഓൾ ടുഗദർ വരുന്ന സമയത്ത് നമുക്ക് മന്ത്ലി വരാൻ ചാൻസ് ഉള്ള ബില്ലിനെ നമുക്ക് മുൻകൂറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഓരോ സർവീസിനും ഇത്രയൊക്കെ ആയിരിക്കും. അത് നമ്മൾ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. റീജിയൻ, മെമ്മറി, കപ്പാസിറ്റി, കമ്പ്യൂട്ടിംഗ് സ്കിൽ എല്ലാം യൂസ് ചെയ്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഇത്രയും കോസ്റ്റ് വരാം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടായിട്ട് അറിയാൻ വേണ്ടി പറ്റും. അതിനൊരു ഓപ്ഷനാണ് ഈ പ്രൈസിങ് കാൽക്കുലേറ്റേഴ്സ്. ഇപ്പൊ AWSലൊക്കെയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾ ഒരു പൈസ പോലും സ്പെൻഡ് ചെയ്യാതെ ഈ ഒരു കാൽക്കുലേറ്റർ സർവീസ് യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം.
അതായത് ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം AWSന്റെ സെറ്റ് ഓഫ് ഫംഗ്ഷൻ സർവീസ് ആണ് യൂസ് ചെയ്തത്. അതിപ്പം നമ്മൾ അപ്കമിംഗ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താന്ന് പറയും. ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊരു ഫ്ലോ ചാർട്ട് പോലെ ഓർത്താൽ മതി. നിങ്ങളുടെ മൾട്ടിപ്പിൾ സർവീസസിനെ കണക്ട് ചെയ്ത് ടുഗദർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ അതായത് ഇപ്പം ഇഫ് ഇറ്റ് ഈസ് then that എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ് ഫ്ലോ പോലെ പോകുന്ന ഒരു സർവീസ് ആയിട്ട് വിചാരിച്ചാൽ മതി. അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് വർക്ക് ഫ്ലോയും ഉണ്ട്, എക്സ്പ്രസ് വർക്ക് ഫ്ലോയും ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു AWS സെറ്റ് ഓഫ് ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ട് കോൺഫിഗറേഷൻ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഇതില് രണ്ടിലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിൽ എക്സിക്യൂഷൻ ടൈമിന്റെ ബേസിലും കോസ്റ്റിന്റെ ബേസിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി അദ്ദേഹത്തിന് എക്സ്പ്രസ് വർക്ക് ഫ്ലോന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പ്രൊജക്ടിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അദ്ദേഹത്തിന്റെ പ്രൊജക്ടിന് അതേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്റ്റാൻഡേർഡ് വർക്ക് ഫ്ലോ ആണ് ചൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ എൻഡ് റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി ഒരു ബില്ല് വന്നപ്പം വെറും $11 സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് $4600 സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട്, റെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഇതൊരു സിംഗിൾ ഇഷ്യൂ അല്ല. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരുപാട് പേര് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പ്രൈസിംഗ് കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ഫേസിൽ തന്നെ ഈവൻ നമ്മൾ ഈ ഒരു സാധനം വാങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ഇഷ്യൂസ് നേരത്തെ തന്നെ നമുക്ക് വരാൻ പോകുന്ന ക്രൈസിസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പർച്ചേസ് ഒക്കെ നടത്താൻ വേണ്ടി പറ്റും. അപ്പം പ്രൈസിംഗ് കാൽക്കുലേറ്റർ ആണ് എന്റെ ഒന്നാമത്തെ ടിപ്പ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ടിപ്പിലേക്ക് വരാം. അവിടെ ലൊക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പം AWSന്റെ തന്നെ ഏത് ഡാറ്റാ സെന്ററിലെ ഏത് ഇൻസ്റ്റൻസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. നിങ്ങളിപ്പോ ഒരു വീട് വാടകയ്ക്ക് വാങ്ങാൻ പോകാന്ന് വിചാരിച്ചോ. നമ്മൾ ചൂസ് ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ച് അവിടെ പ്രൈസ് വേരി ആയിക്കൊണ്ടിരിക്കുകയില്ലേ. ഇപ്പൊ നിങ്ങൾ സിറ്റിന്റെ അടുത്തുള്ള ഒരു വീടാണ് വാങ്ങുന്നതെങ്കിൽ അത് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അതേ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരൂലേ. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ്. നമ്മളിപ്പം ചിലപ്പോൾ നിങ്ങൾ മുംബൈയിലെ ഡാറ്റാ സെന്ററിൽ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും, ആ ലൊക്കേഷനേക്കാളും കുറവായിരിക്കും ചിലപ്പം US-ലുള്ളത്, ചിലപ്പോൾ കൂടുതലായിരിക്കും. ഇനി സിംഗപ്പൂർ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ $100 എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ലൊക്കേഷൻ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് അല്ലെങ്കിൽ റീജിയൻ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റീജിയൻ ചൂസ് ചെയ്യാം. അവിടെ ചൂസ് ചെയ്യുമ്പോൾ പ്രൈസ് മാത്രമായിരിക്കരുത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള ഒരു റീജിയൻ അവിടുത്തെ ഒരു സർവീസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സ്പീഡിനെയും ക്വാളിറ്റിനെയും അത് അഫക്ട് ചെയ്യും. സോ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റീജിയനും അവർ യൂസ് ചെയ്യുന്ന റീജിയനും പിന്നെ നമ്മുടെ ഈ പ്രൈസും കൂടെ കമ്പയർ ചെയ്തിട്ട് അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള റീജിയൻ ചൂസ് ചെയ്യുക. ഈ മൂന്ന് കേസ് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം ചൂസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ പോലെ ലൊക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻ, പ്രൈസ് വൈസ് വേരി ആവുന്നതുകൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആവുള്ളതെന്ന് വിചാരിച്ചു നിങ്ങളുടെ പ്രോഡക്റ്റിന്. അപ്പൊ നിങ്ങൾക്ക് മുംബൈയിൽ നിന്നായിരിക്കും നിങ്ങൾ കുറെ പേര് ചൂസ് ചെയ്യുന്നത് ഡാറ്റാ സെന്ററിലെ സർവീസസ്. പക്ഷെ ചിലപ്പോൾ സിംഗപ്പൂരിൽ ചിലപ്പോൾ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇതിനേക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് നമ്മൾ കുറവ് സ്പെൻഡ് ചെയ്യാൻ മതിയായിരിക്കും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിംഗപ്പൂർ ലൊക്കേഷൻ ചൂസ് ചെയ്യാലോ. അത് എങ്ങനെയാ ലൊക്കേഷൻ ചൂസ് ചെയ്യേണ്ടത്, ഒരു ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ എങ്ങനെയാ ചൂസ് ചെയ്യുന്നതിനുള്ളതൊക്കെ ഞാൻ അപ്കമിംഗ് വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു സർവീസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യാം. നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് തന്നെ എടുക്കാന്ന് വിചാരിച്ചോ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ടിന് ചിലപ്പം ഒരു 2 GB റാം വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു 60 GB മെഷീൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മേലെ അനാവശ്യമായിട്ടുള്ള മണി സ്പെൻഡ് ചെയ്യുവാണല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ പഠിക്കൂട്ട മെമ്മറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും കമ്പ്യൂട്ടിംഗ് കാപ്പബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ പ്രൊജക്ടിന് ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നു. ആ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിമേഴ്സിന് പെർഫോമൻസ് ആയിരിക്കും പ്രയോറിറ്റി. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെയിമറിന്റെ അത്രയും ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ അത്രയും പെർഫോമൻസ് കൊടുക്കുന്ന ലാപ്ടോപ്പ് ഈ ഒരാൾക്ക് ആവശ്യം ഉണ്ടാവില്ല. അത്രയും മെമ്മറി അത്രയും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻസിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക.
അതായത് നമ്മുടെ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരെണ്ണം വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അല്ലാതെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ സർവീസിന് മന്ത്ലി നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അനാവശ്യമായിട്ടുള്ള ഒരു സ്പെൻഡ് ആയി പോകും. സോ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്പാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഈ ഒരു യൂസേജ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, സർവീസ് യൂസേജ് മോണിറ്റർ ചെയ്യുക. ഇത് ഒരു അലാറം ഒക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ AWSന്റെ കേസിൽ AWS ക്ലൗഡ് വാച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിഷ്യൽ ഫേസിൽ തന്നെ ഒരു കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇത്രയും കോസ്റ്റ് ആയിരിക്കും എനിക്ക് മന്ത്ലി വരാൻ ചാൻസ് ഉള്ളതെന്ന്. പക്ഷെ അത് എക്സീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജസ് ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടൊക്കെ ഈ ഒരു അലേർട്ട് വരുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കാം. അതിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഫോണിൽ നമ്മൾ ഡാറ്റ തീരുന്നതനുസരിച്ച് 500 MB ഉള്ളൂ, 100 MB ഉള്ളൂ, 0 ആയി, ഇങ്ങനെ പറഞ്ഞ് വരാറില്ലേ, അതുപോലെ വരാം. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈസിസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ബില്ല് എക്സീഡ് ആവുന്നുണ്ട്, ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കോസ്റ്റ് അനാലിസിസ് നടത്തേണ്ട ആവശ്യമുണ്ട്, റൂട്ട് കോസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ അവിടെ തന്നെ മനസ്സിലാവും, അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യൽ ഫേസിൽ തന്നെ ഇഷ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് തേർഡ് പാർട്ടി ടൂളും യൂസ് ചെയ്യാം കേട്ടോ, വാൻഡേജ് അല്ലെങ്കിൽ കാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി നിങ്ങൾ ക്യൂബർനെറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. അത് എഗെയിൻ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി എനിക്ക് ഫൈനലി ഒരു ബോണസ് ടിപ്പ് പോലെ പറയാനുള്ളത്, നിങ്ങൾ യൂസ് ചെയ്യാത്ത ഇൻസ്റ്റൻസിനെ ടേൺ ഓഫ് ചെയ്യോ ടെർമിനേറ്റ് ചെയ്യോ ചെയ്യാം. രണ്ടും നമ്മൾ എങ്ങനെയാന്നുള്ളത് EC2 ഇൻസ്റ്റൻസിൽ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ചിലവരുടെ ഏറ്റവും വലിയ കുഴപ്പം അതാ, ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പർച്ചേസ് ചെയ്യുന്നത്, ഒരു കാൽക്കുലേറ്റർ ഒക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടാവും, ഒരു ആവശ്യം ഉണ്ടാവില്ല, ജസ്റ്റ് ലേണിംഗ് പർപ്പസിനാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനെ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് ഈവൻ നിങ്ങളുടെ റിയൽ പ്രൊജക്റ്റിലാണെങ്കിൽ പോലും യൂസ് ചെയ്യാത്ത ഇൻസ്റ്റൻസിനെ അറ്റ്ലീസ്റ്റ് ടേൺ ഓഫ് എങ്കിലും ചെയ്ത് വെക്കുക, ടെർമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ക്ലൗഡ് ബില്ലിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ള മേജർ ആയിട്ടുള്ള ടിപ്സ്. ഇത് കൂടാതെ നിങ്ങളിപ്പം ഈ സർവീസസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ സജഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ടിപ്സ് ഒക്കെ കമന്റ് സെക്ഷനിൽ പറയാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അത് പ്രചോദനമായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കമന്റ് സെക്ഷനിൽ കാണുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു വർക്കിംഗ് ടൈമിനും കൂടെ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീക്ക്ലി വൺസ് ചെയ്യുന്നത്. എനിക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ഉണ്ട്. അപ്പൊ അത് വർക്കിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ക്വാളിറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് കാണാം. Okay, bye. Thanks for watching.